നമസ്കാരം, ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 10, 2026 ചൊവ്വ. ഇന്നലെ രാത്രി US പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്നും ഇറാൻ യുദ്ധത്തെക്കുറിച്ച് പ്രതീക്ഷകൾ നൽകിക്കൊണ്ടുള്ള പുതിയ പ്രഖ്യാപനങ്ങൾ വരികയുണ്ടായി. ഇതിനെ തുടർന്ന് ഗ്ലോബൽ മാർക്കറ്റിലാകമാനം കാര്യങ്ങൾ മാറിമറിയുകയും ചെയ്തു. ഇവയെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ഇന്ന് നിഫ്റ്റിയുടെ ഈ മാസത്തെ രണ്ടാമത്തെ ആഴ്ചയിലെ വീക്കിലി എക്സ്പയറി ആയതിനാൽ തന്നെ മാർക്കറ്റിൽ ഇന്ന് വോൾട്ടാലിറ്റിയും എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ ഇന്നലെ അനുഭവപ്പെട്ട ഗണ്യമായ ഉയർച്ചയെ തുടർന്ന് ഗ്ലോബൽ മാർക്കറ്റ് എന്ന പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനും അതിശക്തമായ ഇടിവ് നേരിടേണ്ടതായിട്ട് വന്നു. തൽഫലമായി ഇന്നലെ രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിന് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. മാത്രമല്ല, വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ ഇന്നലെയും 6355.57 കോടി രൂപയ്ക്ക് സെല്ലിംഗ് തുടരുകയാണ് ഉണ്ടായത്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 9013.80 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടരുകയുണ്ടായി. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെ അഭിപ്രായങ്ങൾ പ്രകാരം നിഫ്റ്റിക്ക് ഇനി മുന്നോട്ടൊരു പ്രയാണം സാധ്യമാവുകയാണെങ്കിൽ 24,300, 24,500 എന്നീ ലെവലുകളിൽ റെസിസ്റ്റൻസ് നേരിട്ടേക്കാം. ആയതിനാൽ തന്നെ ഈ രണ്ടു ലെവലുകളും അതിശക്തമായി മറികടന്നുകൊണ്ട് 24,500 എന്ന ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ തുടർന്ന് നിഫ്റ്റിയുടെ മുന്നോട്ടുള്ള പ്രയാണം തള്ളിക്കളയാനാവുകയുമില്ല. എന്നാൽ അതേസമയം ഇന്നലത്തെ നിഫ്റ്റിയുടെ ലോ ലെവലായ 23,700 എന്ന ലെവൽ ഡൗൺ സൈഡിലേക്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യലുമാണ്. ഈ ലെവൽ ഇന്ന് നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വരികയാണെങ്കിൽ തുടർന്നുള്ള നിഫ്റ്റിയുടെ താഴേക്കുള്ള പ്രയാണം കണ്ടുതന്നെ അറിയേണ്ടതായിട്ടുമുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ഉണ്ടായത്. ഇന്നലെ US പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്ത് നിന്നും ഇറാൻ യുദ്ധം ഉടൻ അവസാനിക്കുമെന്നുള്ള പ്രഖ്യാപനം വരികയുണ്ടായി. ഇതിനെ തുടർന്ന് ഗ്ലോബൽ മാർക്കറ്റിലാകമാനം സെന്റിമെന്റ്സ് മാറിമറിയുകയും ചെയ്തു. അതേസമയം വരുന്ന പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യ US-ന്റെ പല ഫേംസിൽ നിന്നുമായിട്ടും കൂടാതെ അബുദാബിയുടെ അഡ്നോക്കിൽ നിന്നും മറ്റുള്ള സ്രോതസ്സുകളിൽ നിന്നുമായിട്ട് LPG സപ്ലൈസ് പുതുതായി കരസ്ഥമാക്കുകയും ചെയ്തു. അതേസമയം പുതിയ അപ്ഡേറ്റുകൾ വരുന്ന പ്രകാരം യൂറോപ്യൻ യൂണിയൻസ് സാങ്ഷൻസ് ടൈറ്റൻ ആക്കുകയാണെങ്കിൽ മുന്നറിയിപ്പുകളൊന്നും കൂടാതെ യൂറോപ്യൻ യൂണിയനിലേക്കുള്ള എനർജി സപ്ലൈ റഷ്യ കട്ട് ചെയ്യുമെന്നുള്ള പ്രഖ്യാപനം റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ ഭാഗത്ത് നിന്നും ഇന്നലെ വരികയും ചെയ്തു. ഇന്ന് ഇന്ത്യയിൽ നിന്നും പ്രധാനപ്പെട്ട മൈക്രോ ഇക്കണോമിക് ഡാറ്റകളുടെ റിലീസ് ഒന്നും തന്നെയില്ല. എന്നാൽ അതേസമയം ഇന്ന് ഒത്തിരിയേറെ ഗ്ലോബൽ ഇവന്റുകൾ നിലനിൽക്കുന്നുണ്ട് താനും. രാവിലെ വെളുപ്പിന് 5 മണിയോടുകൂടി ഓസ്ട്രേലിയയിൽ നിന്നും മാർച്ച് മാസത്തെ വെസ്റ്റ് പാക്ക് കൺസ്യൂമർ കോൺഫിഡൻസ് ചേഞ്ച് ഡാറ്റയും തുടർന്ന് രാവിലെ 6 മണിയോടുകൂടി തന്നെ ഓസ്ട്രേലിയയിൽ നിന്നും NAB ബിസിനസ് കോൺഫിഡൻസ് ഡാറ്റകളുടെ റിലീസും നടക്കാനിരിക്കുന്നു. തുടർന്ന് രാവിലെ 8:30 ചൈനയിൽ നിന്നും ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ബാലൻസ് ഓഫ് ട്രേഡിന്റെയും റിലീസ് ഉണ്ട്. കൂടാതെ ഉച്ചയ്ക്ക് 12:30 ജർമ്മനിയിൽ നിന്നും ജനുവരി മാസത്തെ ബാലൻസ് ഓഫ് ട്രേഡ് ഡാറ്റയുടെ റിലീസും നടക്കാനിരിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് രാത്രി 7:30 US-ൽ നിന്നും ഫെബ്രുവരി മാസത്തെ എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ് ഡാറ്റയുടെ റിലീസും നടക്കാനുണ്ട്. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ HDFC ബാങ്ക് ADR-ന് 0.25% നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ ബാക്കി എല്ലാ ADR സ്റ്റോക്സിനും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നു. അതിൽ ഡോക്ടർ റെഡ്ഡീസിനും ഇൻഫോസിസിനും നേരിയ നഷ്ടത്തോടുകൂടിയും വിപ്രോയ്ക്ക് 0.5%, ICIC ബാങ്ക് ADR-ന് 0.5%-ലേറെയും നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ആക്സിസ് ബാങ്ക് ADR-ന് 1.25% നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. ഇനി ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ട്രംപിന്റെ ഇറാൻ വാറുമായി ബന്ധപ്പെട്ടുള്ള പുതിയ പ്രഖ്യാപനങ്ങൾ വന്നതിനെ തുടർന്ന് US മാർക്കറ്റില് S&P 500-ന് 0.25%-ലേറെയും നാസ്ഡാക്കിന് 1.25%-ലേറെയും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. എങ്കിലും നിലവിൽ US-ലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 150 പോയിന്റുകളുടെ നഷ്ടത്തിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ ഇന്നലെ ഒരു പരിധിവരെ ഉണ്ടായിരുന്ന നഷ്ടങ്ങളെയൊക്കെ തിരിച്ചുപിടിക്കുവാൻ സാധിച്ചെങ്കിലും 3 മാർക്കറ്റുകൾക്കും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. UK മാർക്കറ്റിന് 0.5%-ലേറെയും ഫ്രാൻസ് മാർക്കറ്റിന് 1%-യും ജർമ്മൻ മാർക്കറ്റിന് 0.25%-ലേറെയും നഷ്ടത്തോടുകൂടി തന്നെയാണ് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയും ചെയ്തത്. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം 1%-ലേറെയുള്ള ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാനായിട്ടും സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് 2.5%-ലേറെയും കൊറിയൻ മാർക്കറ്റ് 5%-ലേറെയും നേട്ടത്തോടു കൂടിയിട്ടാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നതും. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രെന്റ് ക്രൂഡിന്റെ വിലയിൽ 8%-അടുത്തും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 7.5%-ലേറെയും ഇടിവാണ് അനുഭവപ്പെടുന്നത്. ബ്രെന്റ് ക്രൂഡിന്റെ വില $91.03 പെർ ബാരൽ എന്ന നിലയിലേക്കും ക്രൂഡ് ഓയിലിന്റെ വില $87.46 പെർ ബാരൽ
എന്ന നിലയിലേക്കും എത്തിച്ചേർന്നു. ഗോൾഡിന്റെ വിലയിലും നേരിയ ഇടിവ് അനുഭവപ്പെടുന്നുണ്ട്. 5132.64 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നതും. അതേസമയം സിൽവറിന്റെ വിലയിൽ 3.5% ഉയർച്ചയാണ് നിലവിൽ അനുഭവപ്പെടുന്നതും. $87.60 പെർ ഔൺസിലേക്ക് സിൽവറിന്റെ വില എത്തിച്ചേരുകയും ചെയ്തു. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR 0.99 എന്ന നിലയിലും മാക്സ് പെയിൻ 24,100 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. ഇന്നലെ ഉണ്ടായ അതിശക്തമായ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിനെ തുടർന്ന് ഷാർപ്പ് ഡൗൺ ട്രെൻഡ് നിലനിൽക്കുമ്പോഴും കൈവരിക്കുവാൻ സാധിച്ച അപ്സൈഡ് റിക്കവറിയെ തുടർന്ന് ലോങ് ലോവർ ഷാഡോയോട് കൂടിയിട്ടുള്ള ഗ്രീൻ ക്യാൻഡിലാണ് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നത്. എങ്കിലും നിഫ്റ്റിക്ക് അതിന്റെ ലോങ് അപ്വേർഡ് സ്ലോപ്പിംഗ് സപ്പോർട്ട് ട്രെൻഡ് ലൈനിനെ അതിശക്തമായി തന്നെ ബ്രേക്ക് ചെയ്തുകൊണ്ട് താഴേക്ക് പോകേണ്ടതായിട്ടും വന്നു. RSIയിലും കനത്ത ഇടിവ് രേഖപ്പെടുത്തിയതിനെ തുടർന്ന് 28.89 എന്ന ലെവലിലേക്കും എത്തിച്ചേരുകയും ഉണ്ടായി. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 24,500 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നത്. അതേസമയം 24,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുക. 23,500 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 23,700 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുക. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.79 എന്ന നിലയിലും മാക്സ് പെയിൻ 59,000 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. ലോവർ ലെവൽസിൽ സ്ട്രോങ് ബൈയിങ് ഇൻട്രസ്റ്റ് നിലനിൽക്കുമ്പോഴും ഷാർപ്പ് ഡൗൺ ട്രെൻഡിനെ സൂചിപ്പിച്ചുകൊണ്ട് ലോങ് ലോവർ ഷാഡോയോട് കൂടിയിട്ടുള്ള സ്മോൾ ബെയറിഷ് ക്യാൻഡിലാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നത്. ഇന്നലെ ഉണ്ടായ അതിശക്തമായ ഇടിവിനെ തുടർന്ന് ആകെ ഉണ്ടായിരുന്ന 200 ഡേ ഇമെയിലുള്ള സപ്പോർട്ടും ബാങ്ക് നിഫ്റ്റിക്ക് നഷ്ടപ്പെട്ടു. മാത്രമല്ല ഷോർട്ട് മിഡ് ഡേ മൂവിംഗ് ആവറേജുകൾ അവയുടെ ഡൗൺ ട്രെൻഡ് തുടരുകയും ചെയ്തു. RSIയിലും കനത്ത ഇടിവ് രേഖപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് 24.88 എന്ന ലെവലിലേക്കും എത്തിച്ചേരുകയും ഉണ്ടായി. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 56,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നിലവിൽ കാണുക. അതേസമയം പുട്ട് സൈഡിലേക്കും 56,000 എന്ന സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നത്. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുക. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. മിൻഡ കോർപ്പറേഷൻ കമ്പനിയുടെ അനുബന്ധ സ്ഥാപനമായ സ്പാർക്ക് മിൻഡ ഗ്രീൻ മൊബിലിറ്റി സിസ്റ്റംസ് UK ആസ്ഥാനമായുള്ള ടേൺ ട്രെൻഡ് ഡ്രൈവ്സുമായി ഒരു സംയുക്ത സംരംഭ കരാറിൽ ഒപ്പുവെച്ചു. സോളക്സ് എനർജി നവ പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയം പുറപ്പെടുവിച്ച അംഗീകൃത മോഡലുകളുടെയും നിർമ്മാതാക്കളുടെയും പട്ടിക പ്രകാരം ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള അംഗീകാരം കമ്പനിക്ക് ലഭിച്ചു. പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ 5,000 കോടി രൂപയുടെ ഫണ്ട് സമാഹരണത്തിന് കമ്പനിയുടെ ബോർഡ് അംഗീകാരം നൽകി. ലെമൺ ട്രീ ഹോട്ടൽസ് ഉത്തർപ്രദേശിലെ ഗോരാപൂരിൽ 76 മുറികളുള്ള പുതിയ ഹോട്ടലിനായിട്ടുള്ള ലൈസൻസ് കരാറിൽ കമ്പനി ഒപ്പുവെച്ചു. അരവിന്ദ് സ്മാർട്ട് സ്പേസസ് ഗോദ്രേജ് പ്രോപ്പർട്ടീസിന്റെ എക്സിക്യൂട്ടീവ് ചെയർമാനായ ശ്രീ പ്രജോഷ് ഷാ ആദി ഗോദ്രേജ് 8.17 ലക്ഷം ഓഹരികൾ അഥവാ 1.78% സ്റ്റേക്ക് 40.71 കോടി രൂപയ്ക്ക് സ്വന്തമാക്കുകയുണ്ടായി. സാൻമിത്ത് ഇൻഫ്ര 3.6 കോടി രൂപയുടെ പുതിയ വർക്ക് ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. ഹിന്ദുജ ഗ്ലോബൽ സൊല്യൂഷൻ 2 ദശലക്ഷം വീടുകളെ ബന്ധിപ്പിക്കുവാൻ കമ്പനിയുടെ ബ്രോഡ്ബാൻഡ് വിഭാഗം UP സർക്കാരുമായി പങ്കാളിത്തം പ്രഖ്യാപിച്ചു. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.